പുണ്യനബി തങ്ങൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കടപ്പാടുള്ളത് സ്വന്തം ഉപ്പയോടും ഉമ്മയോടുമാണ്. ഹബീബിനോട് സംസാരിക്കുമ്പോൾ എന്താ സ്വഹാബികൾ പറയാന്നറിയോ? ഫിദാക അബീ വ ഉമ്മീ, അങ്ങേക്ക് വേണ്ടി നബിയെ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എനിക്ക് നഷ്ടമായാൽ പോലും പ്രശ്നമല്ല, അങ്ങെനിക്ക് നഷ്ടമാവരുത്. ആ ഒരു സ്നേഹം ജനങ്ങളുടെ കൽബിൽ കിട്ടുമ്പോൾ ആരായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴല് പോലെ ഹബീബിൻ്റെ കൂടെ ജീവിച്ച സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നിബിതങ്ങളെക്കാളും 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, 2 വയസ്സിന് താഴെയാണ്. എന്നാലും അല്ലാഹുവിൻ്റെ ഹബീബിനോട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എന്നാണ് 2 വയസ്സിലും മാത്രം മുതിർന്ന പുണ്യ നബിയെ വിളിക്കുന്നത്. ചങ്ങാതിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാതിമാരെ വിളിക്കൂലേ, പേര് വെച്ച് വിളിക്കൂലേ, ഓമന പേര് വിളിക്കും, നാട്ടുകാരിട്ട പേര് വിളിക്കും. ഹബീബിനെ അവരൊക്കെ വിളിച്ചത് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങളെ ജീവനോളം സ്നേഹിച്ച ഹബീബിന്റെ ഭാര്യമാർ അവരാരും യാ സൗജി, എൻ്റെ ഭർത്താവേ എന്ന് നബി തങ്ങളെ വിളിച്ചില്ല, വിളിച്ചത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരേ. അങ്ങനെ വിളിക്കണമെങ്കിൽ നബിതങ്ങൾക്ക് അള്ളാഹു നൽകുന്നൊരു മഹത്വം അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ആ വിളിക്കുന്നത്. അപ്പോഴല്ലേ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ലാ തജ്അലൂ ദുആഅ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ, നിങ്ങളാരും പരസ്പരം കൂട്ടുകാരെ വിളിക്കുന്ന പോലെ, ഹബീബിൻ്റെ സമപ്രായക്കാരാണെങ്കിലും ഹബീബിനേക്കാൾ മുതിർന്നവരാണെങ്കിൽ പോലും നിങ്ങളാരും പേര് വിളിച്ച് ഒരാളെ അഡ്രസ്സ് ചെയ്യുന്ന പോലെ എൻ്റെ ഹബീബിനെ വിളിക്കാൻ പാടില്ല. യാ റസൂലല്ലാഹ് ഇതേ വിളിക്കാൻ പാടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം.